ഒരു കിലോ ഉണക്ക ഏലക്കായ്ക്ക് 3500 മുതൽ 4500 രൂപ വരെയാണ് നിലവിൽ മാർക്കറ്റിൽ വില ഉയർന്നതോടെ കർഷകർക്ക് വലിയ ആശ്വാസത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് പറയേണ്ട കാര്യം. ഏലക്കായ്ക്ക് വില കൂടിയതോടുകൂടി ഈ ഏലക്ക തോട്ടങ്ങളിൽ മോഷണവും വ്യാപകമായിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ശരം. ഇതിലാണ് ഈ ഏലക്കായ ഉണ്ടായി വരുന്നത്. ഈ ശരത്തോടുകൂടി മോഷ്ടാക്കൾ മുറിച്ചുകൊണ്ട് പോകുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ശരം മുറിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ പകരം ഒരു ശരം വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു വർഷം വരെ സമയമെടുക്കും. അത് വലിയ രീതിയിലുള്ള നഷ്ടം ഈ കർഷകർക്ക് ഉണ്ടാകുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മളുള്ളത് പൂപ്പാറയ്ക്ക് സമീപമുള്ള ഒരു ഏലത്തോട്ടത്തിലാണ്. ഇവിടെയുള്ള കർഷകർ, നിരവധി കർഷകർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഈ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ ശരം കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടങ്ങളിൽ നിന്നും കിട്ടിയ ശരമാണ്. ആളുകൾ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ അവരുടെ കയ്യിൽ നിന്നും നിലത്ത് വീണ ശരങ്ങളാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോഴാണ് മോഷണ വിവരം അവരറിയുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടല്ലേ ചേട്ടാ? ഉണ്ട്, ആശങ്കയുണ്ട്. ഇത്തവണ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. സാധാരണ നല്ല മഴ കിട്ടുന്നതായിരുന്നു. ഇതുവരെയായിട്ടും ഇപ്പോൾ ഇന്നലെ മുതലാണ് നമ്മുടെ ഈ ഭാഗത്തേക്ക് മഴ കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളിത് വലിയ ബുദ്ധിമുട്ടുള്ള വെള്ളമൊക്കെ ശേഖരിച്ച് നനച്ചും ഇതൊക്കെയാണ് ഇങ്ങനെ കൃഷി കൊണ്ടുപോകുന്നത്. കാരണം ജലസേന ഇതിന് അത്യാവശ്യമാണ്. അങ്ങനെ ഇരുന്ന് മറ്റേ മഴ കുറവായത് കാരണം ക്രോപ്പ് തീരെ കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മോഷണ പരമ്പര വരുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ, അതും ഏലത്തോട്ടത്തിൽ മൊത്തത്തിൽ ഈ ശരം ഇങ്ങനെ കണ്ടിച്ചുകൊണ്ട് പോകുന്ന പ്രവണതയല്ല, ഒരു ചെടിയിൽ നിന്ന് കുറച്ച് ശരങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ഈ കൂടുതൽ ശരം ഉള്ള കാരണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിത് പിന്നെ മക്കളെ നോക്കുന്ന രീതിയിൽ പൊന്നുപോലെ നോക്കുന്ന ഒരു കൃഷിയാണ്. കാരണം ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണിത്. അതാണ് ഇങ്ങനെ പറിച്ചുകൊണ്ട് മോഷ്ടാക്കൾ ഇങ്ങനെ കൊണ്ട് കളയുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് പരാതി കൊടുത്തിട്ടുണ്ട്, അവരും നോക്കുന്നുണ്ട്. പക്ഷേ ഈ തോട്ടങ്ങൾ ഇത്ര ഏരിയ കൂടുതലായത് കാരണം അവർക്കും പരിമിതികളുണ്ട്. ഇവരെവിടെയാണ് ഓടി മറിയുന്നതൊന്നും അറിയില്ല, ആരെയും പിടിക്കാനും സാധിച്ചിട്ടില്ല ഇതുവരെ. ഇതിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നല്ലൊരു ഇതുണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. മക്കളെ നോക്കുന്ന പോലെ നോക്കുന്ന ഏലത്തോട്ടത്തിലെ കായാണ് പോകുന്നത്. അപ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലേ? ഉണ്ട്, വലിയ സങ്കടം തന്നെയാണത്. മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? മുമ്പ് ഇതുപോലെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇതിലും കൂടുതലാണ്. ഞങ്ങൾ ഒരാളെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ സ്റ്റോറുകളിൽ നിന്നും അതിൻ്റെ തൂക്കങ്ങൾ വരെ എടുത്ത് അവർ കൊണ്ടിടുന്ന കണക്കുകളെല്ലാം ഞങ്ങൾ അവരെ ഏൽപ്പിച്ച്, പോലീസുകാരെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് അതിനൊരു നടപടി ഉണ്ടായിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല ഇതുവരെ. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ കള്ളന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും സഹായം വേണം എന്നാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഏലം കർഷകരോട് ചെയ്യുന്ന ഒരു കൊടും ചതി തന്നെയാണ് ഈ ശരം ഉൾപ്പെടെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അതിനെതിരെയുള്ള ജാഗ്രത വരും ദിവസങ്ങളിലും ഇടുക്കിയിലെ എല്ലാ ഏലം കർഷകരും പുലർത്തണം എന്നുകൂടിയാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.